ഇന്ന് കാണിക്കുന്ന ചെടികളെല്ലാം വലിയ പ്ലാന്റുകളാണ് കേട്ടോ. ഇത് 10 ക്യാരറ്റിൻ്റെ പ്ലാന്റാണ്. മെച്ചുവേർഡായ വലിപ്പമുള്ള പ്ലാന്റാണ്. ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് ഞാൻ അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മുകളിൽ കാണുന്ന ഒരു വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം. റെഡ് ക്യാൻഡിയാണ്, നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. അതിന് തൈയൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ നമ്മൾ DTDC കൊറിയർ സർവീസ് വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരിക. അടുത്തത് നമ്മൾ കാണിക്കുന്നത് യെല്ലോയും ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഈ ഒരു ഭംഗിയുള്ള പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ കൂടുതലില്ലാത്ത പ്ലാന്റാണ്. ആവശ്യമുള്ളവർ വേഗം പറയാം. പിന്നെയുള്ളത് പീച്ചാണ്. പീച്ച് കളറ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. റേറ്റ് അതിൻ്റെ സൈഡിൽ ചേർത്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ്. ഇതും ബുഷിയായിട്ടുള്ള അടിപൊളി പ്ലാന്റാണ്. ചെറുതായ രീതിയിൽ പിങ്ക് കയറി വരുന്നൊരു പ്ലാന്റാണ്. പിന്നെ അടുത്തത് വൈറ്റ് ക്യാൻഡിയാണ്. വൈറ്റ് ക്യാൻഡിയുടെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. നെക്സ്റ്റ് കാണിക്കുന്നത് ഐസ്ബർഗിൻ്റെ പ്ലാന്റാണ്. നന്നായി യെല്ലോ ഷെയ്ഡ് കയറി വന്നിട്ടുള്ള പ്ലാന്റാണ്. അടുത്തത് പിങ്ക് അരോര പ്ലാന്റാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പ്ലാന്റ് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. നല്ല ബുഷിയായിട്ടുള്ള ചട്ടി ഇങ്ങനെ കവിഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. വലിയ പോട്ടിലാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത്. ഈ ഒരു പ്ലാന്റും ആവശ്യമുള്ളവർ അതിൻ്റെ റേറ്റ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പിങ്ക് ഈത്രമാര പ്ലാന്റാണ്. ബുഷിയായ പ്ലാന്റാണ്. ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയ പ്ലാന്റുമാണ്. ഇതും ചോദിച്ച ആളുകളുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ കൂടുതൽ പ്ലാന്റ് ഇല്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ലഭിക്കുകയുള്ളൂ. അടുത്ത പ്ലാന്റ് ബോക്സറാണ്. ബോക്സറിൻ്റെ വലുതും ചെറുതും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെയുള്ളത് ഇത് സിയാം ഗോൾഡിൻ്റെ മദർ പ്ലാന്റ് ആണ്. ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണ്. ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ വളർന്നു വരുമ്പോൾ. ഈ ഒരു വൈറ്റ് കളർ ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇലകളുടെ ഷേപ്പൊക്കെ ഒരു വ്യത്യാസമുള്ള പ്ലാന്റ് ആണ്. റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. യെല്ലോയും ഗ്രീനും കൂടെ മിക്സായ ഈ ഒരു പ്ലാന്റ് നല്ല ബുഷിയായിട്ടുള്ളതാണ്. 2-3 തൈകളൊക്കെ ഒരു ചട്ടിയിൽ തന്നെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇതും ഒട്ടുമിക്ക പേരും ചോദിച്ചവരുണ്ടായിരുന്നു. ഇതും നമ്മുടെ കയ്യിൽ കൂടുതൽ പ്ലാന്റുകളില്ല. ഇതുപോലെ തന്നെ 2-3 തൈകളൊക്കെ ഉള്ള പോട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. അടുത്തത് മിൽക്കി വൈറ്റിൻ്റെ വലിയ പ്ലാന്റാണ്. ഈ ഒരു ചെടിയും വലിയ പോട്ടിലാണ് ഇരിക്കുന്നത്. ഇതും ആവശ്യമുള്ളവർ റേറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്ലാന്റ് ഗ്രീൻ എമറാൾഡ് ആണ്. ഗ്രീൻ എമറാൾഡിൻ്റെ വലിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം വലുപ്പമുള്ള മെച്ചുവേർഡായ പ്ലാന്റ് ആണ്. വലിയ പോട്ടിൽ തന്നെയാണ് നട്ടിട്ടുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ വലുപ്പം എത്ര ഉണ്ടെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിലും പോട്ടിൽ 2 തൈകളാണുള്ളത്. പിന്നെയുള്ളത് പിങ്കാണ്. പിങ്കിൻ്റെ വലിയ ബുഷിയായ പ്ലാന്റ് ആണ്. അടുത്തത് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകളുടെ ഒരു വ്യത്യാസമാണ്. ഇതിൻ്റെ അഗ്രം ഇങ്ങനെ കൂർത്ത് വളഞ്ഞിരിക്കും. ഈ ഒരു ലീഫുകളുടെ പ്രത്യേകത നല്ല ഭംഗിയാണിത്. ചട്ടിയിൽ ഇങ്ങനെ പൂവ് വിടർന്ന പോലെയാണ്. നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ്. സിൽവർ ഗോസ്റ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഇതും നല്ല ബുഷിയായിട്ടിരിക്കുന്നുണ്ട്. വൈറ്റ് കളറും അതുപോലെ സിൽവർ കളറും കൂടെയാണ് സ്പ്രെഡായിട്ട് വന്നിട്ടുള്ളത്. ഇനിയുള്ളത് ഗ്രീൻ ടൈഗറാണ്. ഗ്രീൻ ടൈഗറിൻ്റെ വലിയ പ്ലാന്റ് ആണ്. നല്ല രസമാണ് ഇത് മൊത്തത്തിൽ കാണാൻ. വൈറ്റ് തണ്ടുകളാണ് ഇതിനുള്ളത്. ഇനി കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. ഓവൽ ഷേപ്പുള്ള ലീഫൊക്കെ ആയിട്ട് ലൈറ്റ് പിങ്കും ഗ്രീനും കൂടെ മിക്സ് ആയതാണ്. അടുത്തത് പീക്കോക്ക് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇത് വളർന്നു വരുന്ന സമയത്ത്. നല്ല പിങ്ക് കയറി വരുന്ന പ്ലാന്റ് ആണ്. ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റും നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഒരു നമ്പറിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. ഇനി അടുത്തത് കാണിക്കുന്നത് ഗോൾഡൻ പപ്പായയുടെ മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പാറ്റേൺ കാണാൻ. അതുപോലെ നല്ല ഭംഗിയുള്ള ഗ്രീനും യെല്ലോയും കൂടെ ചേർന്ന നാരോ ആയിട്ടുള്ള ലീഫുകളുമായി ഒരു അഗ്ലോണിമയാണ്. ഇനി അതിനെല്ലാം അപ്പുറം മെഹനാക്കോണാണ്. നല്ല ഭംഗിയാണ് ലീഫുകൾ വളർന്നു വരുമ്പോൾ. മെച്ചുവേർഡായി വരുന്ന സമയത്ത് നല്ല റെഡ് കളർ കയറി വരുന്ന ഭംഗിയുള്ള പ്ലാന്റാണ്. ഇനി അടുത്തത് പിങ്ക് എമറാൾഡ് ആണ്. പിങ്ക് എമറാൾഡിൻ്റെ വലിയ പ്ലാന്റ് അല്ല, മെച്ചുവേർഡായ പ്ലാന്റ് ആണ്. നല്ല കളർഫുള്ളൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനിയുള്ളത് നല്ല ഗ്രീൻ കളറിൽ റെഡ് ലൈനുമായിട്ട് വരുന്ന റൊട്ടാണ്ടം പ്ലാന്റ് ആണ്. ഈ ഒരു പോട്ടിൽ 2 ചെടികളുണ്ട്. ഇനിയും ഗ്രീൻ വെറൈറ്റിയിൽ ഭംഗിയുള്ള
നല്ലൊരു ചെടിയാണിത് കേട്ടോ. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഭംഗി വളരുന്ന സമയത്ത് കൂടുതൽ വരുന്നൊരു പ്ലാന്റാണ്. ഇനി നെക്സ്റ്റ് ലെമൺ കളറും അതുപോലെ ഡാർക്ക് ഗ്രീനും വൈറ്റും കൂടെ മിക്സായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഗ്രീനും സോഫ്റ്റ് പിങ്കും കൂടെ ചേർന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബുഷിയായ പ്ലാന്റാണ് ഇത്. റെഡ് വാലന്റൈൻ ആണ്, ഭംഗിയുള്ള പ്ലാന്റാണ്. അടുത്തത് ഗാർഡന് മനോഹരമാക്കാൻ പറ്റിയ മറ്റൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഉള്ളത് മിൽക്കി വേ ആണ്. ഇത്രയും പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇന്ന് കാണിച്ച എല്ലാ പ്ലാന്റുകളും ഒന്നിനൊന്ന് മെച്ചമുള്ള ഭംഗിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ. വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. എന്തായാലും എൻ്റെ ചെടികളെയും വീഡിയോയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി എനിക്കൊരു സപ്പോർട്ട് തരാം കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.